നമസ്കാരം. കൊലപാതകത്തിന് ശേഷം ഒളിവിലായിരുന്ന ചെന്താമരയെ പോത്തുണ്ടി മേഖലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോലീസ് പിടികൂടുന്നത്. നാട്ടുകാരും പോലീസും പലവട്ടം തെരച്ചിൽ നടത്തുന്നത് കണ്ടിട്ടും നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമര കാട്ടിൽ തന്നെയിരുന്നു. ഡ്രോൺ പറത്തുന്നതും പോലീസും നാട്ടുകാരും തിരയുന്നതും കണ്ടുകൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ട് കാട്ടിനുള്ളിൽ പതുങ്ങിയിരുന്നുവെന്നാണ് ചെന്താമര പോലീസിനോട് പറഞ്ഞത്. ഭാര്യ, മകൾ, മരുമകൻ ഉൾപ്പെടെ 3 പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. ഭാവവ്യത്യാസമില്ലാതെയാണ് പ്രതി പോലീസിനോട് കൊലപാതകങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതും. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് സുധാകരനെ കൊലപ്പെടുത്താൻ കാരണമായത്. തലേദിവസം സുധാകരനുമായി തർക്കമുണ്ടായിരുന്നു. ഭാര്യയെ കൊന്നതിന് കാണിച്ചു തരാമെന്ന് സുധാകരൻ പറഞ്ഞു. ഇതോടെയാണ് സുധാകരനെ കൊല്ലാൻ തീരുമാനിച്ചതെന്നുമാണ് പ്രതി നൽകിയ മൊഴി. കൊലയ്ക്ക് ശേഷം മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ചെന്താമര പോലീസിന്റെ വലയിലാകുന്നത്. തെരച്ചിൽ അവസാനിപ്പിച്ചെന്ന് വരുത്തി തീർത്ത പോലീസ് ബുദ്ധിയും പ്രതിയെ പിടിക്കാൻ വഴിയൊരുക്കിയിട്ടുണ്ട്. രാത്രി 8 മണിയോടെയാണ് പോത്തുണ്ടിയിൽ ചെന്താമരയെ കണ്ടെന്ന വിവരം നാട്ടുകാർ പോലീസിനെ അറിയിക്കുന്നത്. ഓടിമറിഞ്ഞത് ചെന്താമരയാണെന്ന് ഒരു പോലീസുകാരനും ഉറപ്പിച്ചു പറഞ്ഞതോടെ നാടിളകി തെരച്ചിൽ തുടങ്ങി. കുറുവടികളുമായി നാട്ടുകാരും തെരച്ചിലിന്റെ ഭാഗമായി. 1.5 മണിക്കൂറിലേറെ തെരച്ചിൽ നീണ്ടിട്ടും ചെന്താമരയെ കണ്ടെത്താനായില്ല. ഇതോടെ ഇന്നത്തെ തിരച്ചിൽ നിർത്തുന്നുവെന്ന് പോലീസിന്റെ അറിയിപ്പും വന്നു. രാത്രി 9:15 പോലീസ് തെരച്ചിൽ അവസാനിപ്പിച്ചെന്ന് കരുതി ഭക്ഷണം തേടി ചെന്താമര പോത്തുണ്ടി മലയിറങ്ങി. കുടുംബ വീട്ടിലെത്തി കുറച്ചു ദിവസത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കി ഒളിവിൽ കഴിയാനുള്ള സാധനങ്ങളുമായി തിരികെ കാട് കയറാനായിരുന്നു ചെന്താമരയുടെ പ്ലാന്. 2019 കൊലപാതകം നടത്തിയ ശേഷവും ഒളിവിൽ പോയ ചെന്താമര വിശന്ന് വലഞ്ഞ് കുടുംബ വീട്ടിലെത്തിയപ്പോഴാണ് അന്ന് പോലീസ് പിടികൂടിയത്. ഇക്കാര്യം അറിയാവുന്ന പോലീസ് പോത്തുണ്ടി മലയിൽ നിന്നുള്ള വഴികളിൽ കാത്തുനിന്നത് ചെന്താമര അറിഞ്ഞില്ല. വീടിനു സമീപത്തെ വയലിലൂടെ നടന്നു വരുമ്പോൾ പ്രതിയെ പോലീസ് പിടികൂടി. ഓടാനോ ഒളിക്കാനോ പ്രതിരോധിക്കാനോ ഉള്ള ശേഷി വിശപ്പിന്റെ കാഠിന്യത്തിൽ ചെന്താമരയ്ക്ക് ഇല്ലായിരുന്നു. 10:30 പ്രതി പിടിയിലായ വിവരം പോലീസ് സ്ഥിരീകരിച്ചു. ഇതോടെ നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തി. പ്രതിയെ തങ്ങൾക്ക് വിട്ടു നൽകണമെന്നും തങ്ങൾ കൈകാര്യം ചെയ്യാമെന്നും ജനക്കൂട്ടം ആക്രോശിച്ചു. രോഷാകുലരായ നാട്ടുകാരെ പിരിച്ചുവിടാൻ പോലീസ് പണിപ്പെട്ടിരുന്നു. ജനക്കൂട്ടത്തെ നിയന്ത്രിച്ച ശേഷം പ്രതിയെ നെന്മാറ സ്റ്റേഷനിലെത്തിച്ചു. അപ്പോഴും ഒട്ടും കുറ്റബോധമില്ലാത്ത ഭാവത്തിൽ തല ഉയർത്തി ചെന്താമര മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. സ്റ്റേഷനിലെത്തിയ പ്രതി ആദ്യം ആവശ്യപ്പെട്ടത് ഭക്ഷണം വേണമെന്നാണ്. 4 ഇഡ്ഡലിയും ഓംലേറ്റും പോലീസ് വാങ്ങി നൽകി. തന്റെ ഭാര്യയടക്കം 5 പേരെ കൊല്ലാനായിരുന്നു പദ്ധതിയെന്നും ഇനിയും 3 പേർ ബാക്കിയുണ്ടെന്നും കൂസലില്ലാതെ പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി. ചെന്താമരയെ തൂക്കിക്കൊല്ലാതെ തങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലെന്ന് അറസ്റ്റിന് ശേഷം കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കള് പ്രതികരിച്ചിരുന്നു. ഇരട്ടക്കൊലയ്ക്ക് ശേഷം 36 മണിക്കൂർ ഒളിവിൽ കഴിഞ്ഞ ചെന്താമര ഒടുവിൽ വിശപ്പിന് മുന്നിൽ വീണു പോയെന്ന് വേണം പറയാൻ. വിശന്ന് വലഞ്ഞ് ഒളിത്താവളം വിടും വരെ പോലീസിനും പ്രതിയെ പിടികൂടാനായില്ല എന്നത് വരും ദിവസങ്ങളിൽ ചർച്ചയാകും. പോലീസിനേറെ നാണക്കേടുണ്ടാക്കിയ കേസിൽ പ്രതിയെ ഇന്ന് ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും. 5 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നും പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്.